ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കാഷ്യൂ നട്ട്സും കിസ്മിസും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല കനം കുറച്ചരിഞ്ഞ് സവാള കൂടി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. സവാള വറുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കരുത്. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ചോറ് വേവിക്കാനുള്ള വെള്ളം ഒരു വലിയ പാത്രത്തിൽ അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 5 ഗ്ലാസ് അരിയാണ് ഉള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 7.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, കറയാമ്പു, ഏലയ്ക്ക, പെരിഞ്ജീരകം, തക്കോലമാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5-6 തുള്ളി പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ജീരകശാല അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം. അരി ഒരു പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് എരിഞ്ഞ 1 പിടിയോളം ക്യാരറ്റും 1 പിടിയോളം പൈനാപ്പിൾ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഇത് മുഴുവനായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ചോറൊന്ന് ഉതിർത്തിയെടുക്കണം, ഇല്ലെങ്കിൽ ചോറ് കട്ട കെട്ടിപ്പോവും. ഇനി ചോറിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും വിതറി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബീഫ് കറി, ചിക്കൻ കറി, അങ്ങനെ എല്ലാ തരം നോൺ വെജിൻ്റെ കൂടെയും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പരിപ്പ് കറിയുടെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.